ഇന്നത്തെ സെഷനിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മള് ഉറക്കത്തിന് മുമ്പുള്ള ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മള് മെന്റൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് ഒരു ചിന്ത, ആ ചിന്തയെ വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ഇങ്ങനെ എത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ അതൊരു ലൂപ്പായിട്ട് മാറും. അപ്പൊ നമുക്ക് ഈ മെന്റൽ ലൂപ്പിനെ എങ്ങനെ പൊട്ടിച്ചുകൊണ്ട് അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്തകൾക്കൊരു പാറ്റേൺ ഉണ്ട്. എല്ലാവരുടെയും ചിന്തകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിനെ ആവർത്തിച്ചു വരികയാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളല്ല. അതേസമയം നിങ്ങൾ ചിന്തകളെ കാണുന്ന ബോധമാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഒരു ചിന്തയെ നിങ്ങൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഓവർ തിങ്കിങ് ഒരു സൈക്കിളിന്റെ ടയർ പോലെ ഒരു സൈക്ലിക് ആയിട്ട് ഈ പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു ചെറിയൊരു ട്രിഗർ, അതൊരു ചിത്രമാവാം, ഒരു ശബ്ദമാവാം, അല്ലെങ്കിൽ ഒരു തോന്നലാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗർ വരുന്നതോടുകൂടെ ചിലപ്പോൾ നമ്മളൊരു റീൽസ് കാണുമ്പോൾ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവാം, ആ ഒരു ട്രിഗർ നമുക്ക് വരികയും അതിനനുസരിച്ചിട്ടുള്ള ചിന്ത നമ്മൾ രൂപപ്പെട്ടു വരികയും ചെയ്യും. അപ്പൊ ഈ ട്രിഗർ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് പോലെ നമ്മളൊന്ന് കൺസിഡർ ചെയ്താൽ മതി. ആ സ്വിച്ച് ഇടുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് കത്തുന്നത് പോലെ ഈ ട്രിഗർ വന്നു കഴിഞ്ഞാൽ അവിടെ ഉടനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ചിന്ത നമ്മൾക്ക് ഒരു വികാരത്തെ കൊണ്ടുവരും. ആ ചിന്തയുടെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇമോഷനോ ഒരു ഫീലിങ്സോ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ ഏതൊരു കാര്യമാണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു ഇമോഷൻ അടങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല അതിനുശേഷം നമുക്കൊരു റിയാക്ഷൻ ഉണ്ടാവും. ആ ഒരു ഇമോഷൻ വരുന്ന സമയത്ത് ഒരു റിയാക്ഷൻ സ്വാഭാവികമായിട്ടും വരും. അവിടെ ഒരു പുതിയൊരു പാറ്റേൺ സൃഷ്ടിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ബിസിനസ്സിൽ ഒരു ട്രിഗർ ആയിട്ട് വന്ന ഒരു പ്രോബ്ലം ആണെന്ന് കരുതുക, ഒരു ബിസിനസ് പ്രോബ്ലം അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. എല്ലാം നഷ്ടപ്പെടും. ഒരു ബിസിനസ്സിൽ ഒരു പ്രോബ്ലം വന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നുകയാണ് എല്ലാം നഷ്ടപ്പെടും. ആ ചിന്തയാണ് അദ്ദേഹത്തിന് വരുന്നത്. അപ്പൊ അവിടെ വരുന്ന ഫീൽ എന്താണ്? അവിടെ വരുന്നത് ഫിയർ ആണ്. അപ്പൊ ആ ഫിയർ, അതായത് എനിക്കെല്ലാം നഷ്ടപ്പെടും, ഞാൻ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത അയാളുടെ വരുന്ന സമയത്ത് ആ വ്യക്തിയുടെ ഇമോഷൻ എന്ന് പറയുന്നത് പേടിയായിട്ട് മാറും. അതിന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അയാൾക്ക് സ്ട്രെസ് ഉണ്ടാകും, അയാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ രീതിയിലൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രയാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആ വ്യക്തി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇത് ഉറക്കത്തിന് മുമ്പാണ് ഇത് സംഭവിക്കുന്നതെന്ന് കരുതുക, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ട്രിഗർ വന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചിന്തയും പേടിയും സ്ട്രെസ്സും കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് കരുതുക. ആ സമയത്ത് നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മാനസികമായ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉറക്കം എന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രയാസങ്ങൾ പിറ്റേത്തെ ദിവസം ഉണ്ടാകും. അപ്പൊ നമ്മള് എത്രമാത്രം ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നതിനെയാണ് ഞാൻ അടിവരയിടുന്നത്. അതായത് ഇത്തരത്തിലുള്ള തോട്ടുകളും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ നടക്കുക. പലതരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടുമുട്ടേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. പല സാഹചര്യത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. അപ്പൊ അങ്ങനെ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെയും ചിലപ്പോൾ ഉണ്ടായേക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ കൂടെ നടക്കുകയാണെങ്കിൽ ആ ദിവസത്തെ ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഓവർ തിങ്ക് ചെയ്തു പോകുന്ന, അമിതമായിട്ട് ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമ്മളിത് ബോധപൂർവം ആയിരിക്കില്ല ഈ സംഗതിയിൽ ചെയ്യുന്നത്. ഇതൊരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ആവർത്തിച്ചു പോകുന്നുണ്ടാവും. കാരണം നമ്മള്
പകലൊക്കെ നല്ല തിരക്കില് രാത്രി കിടക്കാൻ നോക്കുന്ന സമയത്ത് ഒന്ന് ഫ്രീ ആകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവാം. ആ ഓർമ്മയിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയി പോയി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1, 2, 3 മണിക്കൂറുകൾ നഷ്ടപ്പെട്ടു പോകുകയും ഉറക്കം ഡിസ്റ്റർബ് ആവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള ട്രിഗറുകളായിരിക്കും വരുന്നുണ്ടാവുക. ആ ട്രിഗറുകൾ വന്നതോടുകൂടെ ഈ പറഞ്ഞ രീതിയിലേക്ക് സ്ട്രെസ് അനുഭവിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അതിന്റെ റിയാക്ഷനിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അത് ഡയറക്റ്റ് ആയിട്ട് ഉറക്കത്തെ ബാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മെന്റൽ പാറ്റേൺ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക. അതായത് ചില ആളുകളുടെ ഒരു മെന്റൽ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മോശമാകും, ഒന്നും ശരിയല്ല, എല്ലാം മോശമാകും. ഏതൊരു കാര്യവും അവർ ചിന്തിക്കുകയാണെങ്കിൽ വേഴ്സ്റ്റ് കേസാണ് അവർ എടുക്കുള്ളൂ. അതായത് എല്ലാം മോശമാണ് എന്ന ഒരു തരത്തിൽ. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ മോശമാണ്, അല്ലെങ്കിൽ അവരൊക്കെ മോശമാണ്, അല്ലെങ്കിൽ ആ ബിസിനസ് ഒക്കെ മോശമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യമൊക്കെ മോശമാണ് എന്നുള്ള രീതിയിൽ എല്ലാം മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. അവർക്ക് ഒരു നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവാം. എല്ലാം മോശമാണെന്നായിരിക്കും അവര് കാണുന്നുണ്ടാവാം. അതേസമയം അവിടെ നമ്മൾ ആ ചിന്തയെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കി. അതായത് ഞാൻ സാഹചര്യം കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണ്, ഞാൻ ഈ സാഹചര്യം മാനേജ് ചെയ്യാൻ പഠിക്കുകയാണ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് ഒന്ന് റീഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ എല്ലാം മോശമാകും എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി സാഹചര്യത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് ആ വ്യക്തിക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാം മോശമാകുമെന്നുള്ള ചിന്തിക്കും. അവർക്ക് അതിലുള്ള കുറ്റങ്ങളും കുറവുകളും പ്രശ്നങ്ങളും കണ്ടെത്താനായിരിക്കും അവർക്ക് കൂടുതലായിട്ട് സാധിക്കാം. അപ്പൊ അതിന് പകരം നമുക്കൊരു സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിക്കുന്നു. അപ്പൊ ആ പഠിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയെടുക്കാനും ഈ പറയുന്ന രീതിയിലുള്ള ചിന്താ രീതിയെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഈ ഉറക്കത്തിന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെങ്കിലോ അതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കും നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അത് നമ്മുടെ ഉറക്കത്തെ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ബാധിക്കും എന്നുള്ളതാണ്. വേറെ ചില ആളുകൾക്ക് സെൽഫ് ഡൗട്ട് ആയിരിക്കും. ഞാന് അത്ര പോരാ, ഞാന് അത്ര കഴിവുള്ള ആളല്ല. ഇന്നലെ ഞാൻ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഞാൻ അത്ര പോരാ, ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല, എനിക്ക് അത്ര കഴിയില്ല എന്നുള്ള ഒരു രീതിയിലുള്ള സെൽഫ് ഡൗട്ടാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ ഞാൻ അത്ര പോരാ എന്നുള്ളിടത്ത് ഒരാൾ ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്ത ഉറക്കത്തിന് മുമ്പാണ് വരുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പോരാ പോരാ എന്നുള്ള ചിന്തയുമായിട്ടായിരിക്കും ആ വ്യക്തി ഉറങ്ങുന്നുണ്ടാവുക. അപ്പൊ ഈ ഉറക്കത്തിന്റെ മുമ്പ് ഈ സാഹചര്യം, ഈ സന്ദർഭത്തില് പിന്നെ ഈ മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉപബോധ മനസ്സ് അത് സ്വീകരിക്കും. അത് സ്വീകരിച്ചതോടുകൂടെ അവൻ അത്ര പോരാ എന്നുള്ള സംഗതി ഉപബോധ മനസ്സും കൂടെ സ്വീകരിച്ചുകൊണ്ട് അവിടെ എന്താണ് ഉണ്ടാവുക, അതിനനുകൂലമായിട്ടുള്ള സാഹചര്യം ഉപബോധ മനസ്സ് ഒരുക്കും. അപ്പൊ അതിന്റെ അപകടം നിങ്ങളൊന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു മാസം അദ്ദേഹം ചെയ്തു നോക്കി, അല്ലെങ്കിൽ ഒരു 90 ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പാറ്റേൺ ആയിട്ട് ഓരോ ദിവസവും ആ സെൽഫ് ഡൗട്ട് ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റൂല. കാരണം എന്താ, അദ്ദേഹം ചെയ്യണത് പ്രൈം ടൈമിലാണ്. നമ്മളിപ്പോ ഒരു ചാനലിലൊക്കെ പ്രൈം ടൈം ന്യൂസ് എന്നൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സമയം, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന TV പ്രോഗ്രാം, ആ സമയത്തൊക്കെ പ്രൈം ടൈം എന്ന് നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട്. ആ സമയത്ത് വൻ ഡിമാൻഡാണ് എന്ന് പറഞ്ഞതുപോലെ ഉറക്കത്തിന് മുമ്പുള്ള അരമണിക്കൂർ എന്ന് പറയുന്നത് പ്രൈം ടൈമാണ്. ഉറങ്ങാൻ കിടക്കുന്ന സമയം പ്രൈം ടൈമാണ്. അപ്പൊ ആ ഒരു ടൈമിലാണ് ഞാൻ അത്ര പോരാ എന്നുള്ള സന്ദേശം ഉള്ളിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് എങ്കിൽ ആ വ്യക്തി പോരാത്തയാളായിട്ട് കുറഞ്ഞ കാലം കൊണ്ട് എന്ത് ചെയ്യും, മാറും. അപ്പൊ അവിടെയാണ് നമ്മൾ സെൽഫ് ഡൗട്ടിൽ നിന്ന് മാറി ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കൊള്ളാവുന്നയാളാണ് എന്ന തരത്തിൽ അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത്
നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്ന സാഹചര്യത്തെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു സന്ദേശം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളെ കുറിച്ചിട്ട് നമുക്ക് അനുകൂലമായിട്ട് ചിന്ത വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രൈം ടൈമിൽ നമ്മളുടെ ചിന്ത നെഗറ്റീവായിട്ട് മാറുന്ന സമയത്ത് അത് വലിയ തോതിലുള്ള ദോഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കും. ഉറക്കം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു കാരണം, അതിനുശേഷം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ പലപ്പോഴും പല മേഖലയിലും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പം ഉറക്കത്തെ ഏറ്റവും സുന്ദരമായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് എടുക്കണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു പാറ്റേൺ, മെന്റൽ പാറ്റേൺ എന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെ, ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സമയത്തിന് അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നീട് നമുക്ക് റിഗ്രറ്റ് തോന്നുന്നു, അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വലിയ നിലയിലേക്ക് എത്തുമായിരുന്നു. അന്ന് ഞാൻ ആ ഒരു കാര്യം ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ എൻ്റെ അടുത്തൊരു പൈസ വന്നു, ആ പൈസ വന്ന സമയത്ത് ഞാൻ ഗോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ എത്രയോ ശതമാനം എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാര്യം അന്ന് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാതെ പോയ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ റിഗ്രറ്റ് അടിക്കാം. അപ്പൊ ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരാളൊരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് പിതാവ് അനുവദിക്കുന്നില്ല. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ഏരിയയിലൊക്കെ നല്ല റൈറ്റ് വില വന്ന സമയത്ത് ആ മകൻ പിതാവിനെ കുറിച്ച് പറയാണ്, എന്നെ അങ്ങനെ ചെയ്യാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന് സമ്പന്നനായി മാറുമായിരുന്നു. അപ്പൊ ആ റിഗ്രറ്റ് ആ വ്യക്തിയിൽ എന്ത് ചെയ്യാണ്, ഇപ്പോഴും കൊണ്ടു നടക്കണം. അയാൾക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ അത് അദ്ദേഹം ചെയ്തില്ല. പക്ഷെ ഇപ്പൊ ചിന്തയിൽ എന്താ വരുന്നത്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു മാനസികാവസ്ഥ വരുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് ആ വ്യക്തിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാ, ഞാൻ അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ എന്ന രീതിയിൽ നമ്മളെ ബാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും, നമ്മളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അത് വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് അതിനെ മാറ്റിയിട്ട് പഴയ കാലത്ത് നമ്മൾ ചെയ്യാത്ത ചില കാര്യത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക. അത് ഒരു പണിഷ്മെന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല. അന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അവിടെ നിന്നുള്ള ലെസൺസ് നമ്മൾ പഠിക്കുക, പാഠങ്ങൾ നമ്മൾ പഠിക്കുക. ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പൊ റിഗ്രറ്റ് ലൂപ്പ് എന്ന് പറയുന്ന, നമുക്ക് ചെയ്യാതെ പോയ പല കാര്യങ്ങളെ കുറിച്ചുള്ള കുറ്റബോധങ്ങൾ പലപ്പോഴും പല മനുഷ്യരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഉറക്കം നഷ്ടപ്പെടുത്തോ ഇല്ലേ? തീർച്ചയായിട്ടും ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പല കാര്യത്തിലും അങ്ങനെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ചിന്തകൾ വരാറുണ്ട്. ഇത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് വരുന്നതെങ്കിലോ അന്നത്തെ ഉറക്കം ഈ പറഞ്ഞ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന സംഭവമായിട്ട് ചിന്തയിലൂടെ ഇങ്ങനെ പോയി അത് കൊണ്ടുപോകും, ഉറക്കം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത് എല്ലാവരിലും ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അധിക ആളുകളിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഭാവിയെ കുറിച്ചിട്ടുള്ള ആങ്സൈറ്റിയാണ്. എന്താകും, ഇങ്ങനെ പോയാൽ എന്താകും, എൻ്റെ ഭാവി എന്താകും, എൻ്റെ കുട്ടികളുടെ ഭാവി എന്താകും, എൻ്റെ ഭർത്താവ് എന്താകും, എൻ്റെ കുടുംബം എന്താകും, അങ്ങനെ കുറെ എന്താകും എന്നുള്ള, അതായത് ഭാവിയെ കുറിച്ചുള്ള ആദികളും ആശങ്കകളും ഉണ്ട്. നമുക്ക് ഭാവിയെ കുറിച്ച് നമുക്ക് അറിയില്ല, പക്ഷെ ആളുകളുടെ മനസ്സിൽ എന്താകും എന്നുള്ള ചിന്ത, ഇനി എങ്ങനെയാണ് അത് തീർക്കുക, എങ്ങനെയാണ് അത് ശരിയാക്കുക, ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുക, എന്താകും എൻ്റെ ഭാവി എന്നുള്ള രീതിയിലുള്ള ഭാവിയെ കുറിച്ചിട്ടുള്ള ആദി. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ പോണത്,
ആ ആദി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ് അത്? അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അസ്വസ്ഥതകൾ ഉണ്ടാവും, സംഗതികൾ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ എന്താകും എന്ന് പറയുന്ന ഈ സംഭവം ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഇതിനെ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് പോലെയാണ്. എന്താകുമെന്നുള്ള ചിന്ത നമ്മളൊക്കെ വരുമ്പോ ഇങ്ങനെ ഊതി ഊതി വലുതായി 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 ഇങ്ങനെ വരുന്ന ബലൂണ് പോലെ ആ ഒരു ആങ്സൈറ്റി വലുതായി വലുതായി വരും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഈ കാര്യം നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറക്കം എത്രമാത്രം അസ്വസ്ഥപ്പെടും. അപ്പൊ നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന ക്രൂരത എത്രമാത്രമായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവിടെ അതിന് പകരം നമ്മൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്, ഇപ്പോൾ ഞാൻ എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ത് എന്നുള്ളത് നോക്കിക്കൊണ്ട് ഈ പ്രസന്റിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിലേക്ക് മാറാനായിട്ടുള്ള ചിന്തയെ നമ്മൾ കൊണ്ടുവരിക. ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാം. അത് ചെയ്തിട്ട് ഭാവിയിൽ നമുക്ക് എന്താണോ വരുന്നത് അതിനെ നേരിടാൻ പറ്റുന്ന മാനസികമായ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും ആ ചിന്തയെ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഇല്ലാതെയാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് വെക്കുക, എന്താകുമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഭാവിയെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. നമ്മുടെ സെൽഫ് ഡൗട്ട് വർദ്ധിപ്പിക്കും. എല്ലാം മോശമാകും എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും നമ്മൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളെ അനുകൂലമാക്കി മാറ്റിയെടുത്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുത്തുകൊണ്ട്, ഇപ്പൊ ഉദാഹരണം, നിങ്ങൾക്ക് നാളെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു വിഷയം സംസാരിക്കാനുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ചിന്ത നാളത്തെ പ്രസന്റേഷൻ ഇപ്പൊ എന്താകും എന്ന് വിചാരിച്ച് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കാം? എന്താ സംഭവിക്കാം? ആ സംസാരവും മോശമാവും, ഉറക്കവും നഷ്ടപ്പെടും. അപ്പം നമ്മുടെ കയ്യിലില്ലാത്ത കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ആശങ്കപ്പെടുക, ആകുലപ്പെടുക എന്നുള്ള രീതി നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആ നിമിഷത്തിലേക്കായി മാറുകയും, പ്രത്യേകിച്ച് ഉറക്കത്തിന് മുമ്പ് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറി വരികയും പോസിറ്റീവായ രീതിയിൽ ആയിക്കൊണ്ടായിരിക്കണം നമ്മൾ കിടക്കാനായിട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല എന്നുള്ളിടത്തു നിന്ന് ഞാൻ കാര്യങ്ങൾ പഠിക്കുന്നു, ഞാൻ വളരുന്നു, ഞാൻ ശക്തനാകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ മാറണം. അതായത് ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ അനുകൂലമാക്കി എടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു പുക പടലങ്ങളൊക്കെ കൂടി കിടക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിനെ അനുകൂലമാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മറികടന്നുകൊണ്ട് നല്ല ഒരു ഉറക്കത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പലപ്പോഴും നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരും. ഈ കാര്യങ്ങളൊക്കെ ഭാവിയെ കുറിച്ചിട്ടുള്ള സംഗതി, മുന്നേ ചെയ്തു പോയിട്ട് റിഗ്രറ്റുകൾ, കാര്യങ്ങളൊക്കെയും ഇത് കിടക്കുമ്പോഴത്തേക്ക് നമ്മളിലെ ഒരു താരാട്ട് പാടുന്നത് പോലെ ഈ തലയുടെ മുകളിൽ ഇങ്ങനെ വന്നിട്ട്, അല്ലെങ്കിൽ ചെവിയിലൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ മനസ്സിലിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കളിക്കും. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ പോകുന്നതോടുകൂടെ തന്നെ നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട ആ കർമ്മത്തെ നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യം വരും. അപ്പൊ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് അത് മാറി വരും എന്നുള്ളത്. അപ്പൊ ഈ ഒരു ലൂപ്പിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കണം. ഈ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി ഇന്നത്തെ ദിവസത്ത് നിന്നും, അതായത് പകലിൽ നിന്നും രാത്രിയെ വേർതിരിക്കാനുള്ള രീതിയിലുള്ള മാനസികമായ തലത്തിലേക്ക് നമ്മൾ മാറണം. എന്ന് പറഞ്ഞാൽ പകലിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് രാത്രിയിലേക്ക് കടക്കണം എന്ന് പറഞ്ഞാൽ അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് ഏറ്റിക്കൊണ്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ ഓവർ തിങ്കിങ് ഒക്കെ വർദ്ധിക്കാനും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിനെ രണ്ടിനെയും വേർതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള പ്രോസസ്സുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്തുകൊണ്ട് പകലിൽ നിന്നും രാത്രിയെ വേർതിരിച്ചുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് മൂഡിൽ നമ്മൾ കിടക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഉറക്കം നമുക്ക് സാധ്യമാവുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള
പ്രശ്നങ്ങൾ ഈ ലൂപ്പിൽ നിന്നും നമ്മൾ പുറത്തു കടന്നുകൊണ്ട് ശാന്തമായിട്ട് നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഒരു മനസ്സിലിങ്ങനെ ഒരു ആശയമുണ്ട്, ഒരു 21 ദിവസത്തെ ഒരു പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ട്, സ്ലീപ്പുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകളും ആക്ടിവിറ്റികളും ട്രെയിനിങ്ങുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു രാത്രി 8:30 മുതൽ 9 മണി വരെയുള്ള സെഷൻ നൽകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അടുത്ത മാസം അത് ആ രീതിയിലൊരു കോഴ്സ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് അത് ഒരു 21 ദിവസം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പല രീതിയിലും അതിനെ നിങ്ങളുടെ ഹാബിറ്റാക്കി മാറ്റിയെടുക്കാനും പിന്നെ നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാനുമുള്ള ഒരു ആശയം ഇങ്ങനെ മനസ്സിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു അരമണിക്കൂർ സെഷൻ ഡെയിലി കൊടുക്കുക, എന്നിട്ട് അവരെ സ്ലീപ്പ് ബെറ്റർ സ്ലീപ്പ് ആക്കിയിട്ട് മാറ്റുക, ഒരു ഗുഡ് സ്ലീപ്പ് ആക്കിയിട്ട് മാറ്റുക. കാരണം ഉറക്കം ശരിയായ തന്നെ മാനസികമായിട്ട് വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളും മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം. നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ലൂപ്പിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് ശാന്തമാകുന്ന രീതിയിൽ ഉറക്കത്തിലേക്ക് നമുക്ക് പോകാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ഉറക്കത്തിലേക്ക് പോവുക. ആശങ്കകളും ആദികളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയും അതിനെ വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഉപബോധ മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്ന സമയമാണ്, നമ്മുടെ ശരീരത്തിൽ റിപ്പയറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ അത് പലപ്പോഴും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റുകളും റിസൾട്ട്സുകളും ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു അപകടം കൂടി ഉണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്ന ആളുകളായിട്ട് എല്ലാവരും മാറട്ടെ എന്നും കൂടെ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പകർത്തുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും.